അഡ്വക്കേറ്റ് ജിസ്മോൾ ഇന്ന് ഓർമ്മയായി. കൂടെ തൻ്റെ കുഞ്ഞുങ്ങളും. ഷൈനിയും കുട്ടികളും ഇതേപോലെ വിടവാങ്ങി. എന്തുകൊണ്ടെന്ന് നാം ഇനിയെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മരണത്തിലെ ദുരൂഹത മറനീക്കി പുറത്തു വരുന്നുവോ? വീടുകളിലെ പുരുഷന്മാരുടെ മദ്യപാനം, ലഹരി ഉപയോഗം, സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, സമ്പത്ത് വിവിധ ഇടങ്ങളിലായി മാത്രം ഒതുങ്ങിപ്പോകുന്നത്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അങ്ങനെയുള്ളവരുടെ കൂടെയുള്ള താമസം, പ്രതികരിക്കാനാവാതെ സ്ത്രീകളെ മാറ്റുന്നത്, ആരെങ്കിലും തങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നവർ കേൾക്കാനുണ്ടാവുക എന്നത് പരമപ്രധാനം. മറ്റുള്ളവരോട് സംസാരിക്കുവാൻ അനുവദിക്കുക. സ്ത്രീയും പുരുഷനും മനസ്സിലാക്കേണ്ടത് പഴയ ചിന്താഗതിയായ ഭാര്യയും ഭർത്താവുമല്ല, ജീവിതം ഒരുമിച്ച് കൊണ്ടുപോകുന്ന പങ്കാളികളാണ് എന്നുള്ളതാണ്. അവിടെ സംസാരിക്കുവാൻ, പുറത്തു പോകുവാൻ ഒന്നും ആർക്കും ആരെയും അനുവദിക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേർക്കും തുല്യമായ ജീവിത അവകാശമുണ്ട്. ജീവിത പങ്കാളിയുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും ഒന്നും അനുവാദം ആവശ്യമില്ലാത്തതാണ് എന്നാണ് ഓർക്കേണ്ടത്. എല്ലാവരും പ്രായപൂർത്തിയായവരും മാനസികമായി ചിന്തിക്കുവാൻ പ്രാപ്തരായവരും ആണ്. അവരുടെ കാര്യത്തിൽ അനാവശ്യമായി ജീവിത പങ്കാളിയുടെ വീട്ടുകാർ ഇടപെടേണ്ട ആവശ്യകതയില്ല. ജീവിതം ഓരോരുത്തർക്കും വ്യത്യസ്തമാവാം. നാം നമ്മളുടേതായ വിധത്തിൽ ചിന്തിക്കുക. ഒരാളും ഒരാളുടെയും അടിമയല്ല. ഉത്തരവാദിത്തങ്ങളും ഒരുപോലെയാണ്. വിവാഹത്തിന് മുൻപ് തന്നെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുള്ള ആളിൻ്റെ മാനസിക നിലയെക്കുറിച്ച് അന്വേഷിക്കുക എന്നതാണ് പരമപ്രധാനമായ കാര്യം. ജീവിത സാഹചര്യം, കുടുംബ മഹിമ, ഇതൊന്നും ജീവിതത്തിന് മുമ്പിൽ ഒന്നുമാകുന്നില്ല. എന്നാൽ വിദ്യാഭ്യാസമുള്ളത് നന്ന്, ഒപ്പം വിവേകവും. മാനസികാരോഗ്യമില്ലാത്ത ഒരു വ്യക്തിയുടെ കൂടെയുള്ള ജീവിതം എങ്ങനെയെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. മദ്യപാനത്തിനും ലഹരിക്കും അടിമയാകുന്ന വ്യക്തിക്ക് ഉറച്ച നിലപാടുകൾ എടുക്കുവാൻ സാധ്യമാവുന്നതല്ല. ആരാധനാലയങ്ങളിൽ ഇതൊക്കെ പകർന്നു നൽകേണ്ടതാണ്. ആരോടും സംസാരിക്കാതിരിക്കുന്നത് പാവമെന്ന ഇമേജ് അല്ല. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. ജീവിത പങ്കാളിയായി ഉള്ള ആളിൽ നിന്നും ഒഴിവായി വന്ന് സ്വന്തം വീട്ടിലോ മറ്റൊരിടത്ത് സ്വന്തമായോ താമസിക്കേണ്ടി വന്നാൽ ആ വ്യക്തിയോട് സമൂഹത്തിലെ ഓരോരുത്തരും ചോദ്യശരങ്ങൾ എറിയും. എന്തിനു വേണ്ടിയാണത്? ചോദ്യകർത്താക്കളുടെ മാനസിക നില അത് വ്യക്തമാക്കുന്നു. ചോദിക്കുന്ന വ്യക്തിയുടെ മനസ്സ് ശരിയല്ല എന്ന് തന്നെ ഓരോരുത്തരും അറിയണം. ജിസ്മോളും കുഞ്ഞുങ്ങളും ഷൈനിയും കുട്ടികളും ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവരുടെ അമ്മയെ ഉപദ്രവിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് മാനസിക പീഡനം തന്നെയാണ്. ജീവിത പങ്കാളിയിൽ നിന്നും മാറി താമസിക്കുവാൻ ആവശ്യകത ഉണ്ടായാൽ ഒരിടം വേണം എല്ലാവർക്കും. ആയതിന് കുറേ സ്ഥലങ്ങൾ സമൂഹത്തിൽ ഇപ്പോൾ തന്നെയുണ്ട്. കൂടുതൽ ആയി വേണ്ടി വരുന്നു. നമുക്കതിനു വേണ്ടി എന്ത് ചെയ്യാനാവുമെന്ന് ചിന്തിക്കുക. എറണാകുളത്തുള്ള ഒരു സ്ഥാപനം വിമൻ ആൻഡ് ചൈൽഡ് സ്റ്റേ എൻ്റെ കൂട് സർക്കാരിൻ്റെ അണ്ടറിലുള്ളതാണ്. 0484295249. 3 ദിവസത്തേക്ക് അവിടെ താമസിക്കാൻ പറ്റും. രാത്രി ഭക്ഷണമുണ്ട്. 9947463974. ഐഡൻറ്റിറ്റി കാർഡ് കരുതണം അവിടെ. സ്നേഹക്കൂട് കോട്ടയം അഭയമന്ദിരം 9605757179. 9605757179. ഗാന്ധി ഭവൻ പത്തനാപുരം വടക്കേക്കര 9605048000. 9605048000.
504800. ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് കലയപുരം ജോസർ പത്തനാപുരം 9447798963 9447798963. മുണ്ടകപ്പാടം മന്ദിരം കോട്ടയം 0481257206 0481257206. ജിസ്മോളിനും കുഞ്ഞുങ്ങൾക്കും ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും ആദരാഞ്ജലികൾ.